ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവമേ, ഇവരൊരു ദുഷ്ടയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവരാരും കൊല്ലാൻ മടിക്കാത്തവരാണെന്ന് ഇപ്പോഴറിയുന്നേ. ഭഗവാനെ, ഈ വീടിനകത്ത് എങ്ങനെ ജീവിക്കും? കരഞ്ഞു തീർന്നുപോയി ആ സങ്കടങ്ങളൊക്കെ. ഇനി ഞാൻ കരയില്ല. ഒക്കെ എന്റെ വിധിയാ. അവനെ കിട്ടിയോടാ ആ ജഗനെ? ഇല്ലമ്മേ, അന്വേഷിച്ചോണ്ടിരിക്ക. അവൻ എങ്ങോട്ടാ മുങ്ങിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവനെ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിലേ നമുക്ക് ആപത്താ. ഞാൻ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല അമ്മേ. ടൗണ് മൊത്തം കറങ്ങി. എടാ, എല്ലാ സ്ഥലത്തും നോക്കാൻ. അവനെ കണ്ടെത്തിയേ പറ്റൂ ദീപകെ. കണ്ടു കിട്ടിയാലേ ഉടനെ ഷൂട്ട് ചെയ്തേക്കണം. ആ ശരി അമ്മേ. ആരോട് ചോദിച്ചിട്ടാടി നീ ഇതിനകത്ത് കയറിയേ? എന്താടി, നിനക്ക് നാവില്ലേ? പെർമിഷൻ ഇല്ലാതെ എന്റെ മുറിയിലേക്ക് കയറരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ചായ മാഡത്തിന് തരാൻ. ചായ? കടന്ന് പോടി, പോകാൻ പോടി, പോകാനാ പറഞ്ഞത്. സുജേ, എന്തു പറ്റി? സുജേ, എന്തു പറ്റിയെന്ന്? അംബിക മാഡം എന്റെ മുഖത്ത് ചൂട് ചായ ഒഴിച്ചു. എന്തിന്? അനുവാദം ഇല്ലാതെ ചായയുമായി മുറിക്കകത്ത് ചെന്നതിന്. അത് കൊള്ളാലോ, ചോദിച്ചിട്ടെന്നെ കാര്യം. നീ ഓയിന്റ്മെന്റ് പറ്റിക്കോ. ഹലോ. എടാ സജി, ശത്രു ആരാണെങ്കിലും അവരെ തെരഞ്ഞു പിടിച്ച് കൊന്നു കളഞ്ഞ ചരിത്രമേ ഈ അംബിക വർമ്മയ്ക്കുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം നീ അവനെ കണ്ടെത്തണം. കണ്ടെത്തി കഴിഞ്ഞാ ഒട്ടും താമസിപ്പിക്കരുത്. അവനെ ഷൂട്ട് ചെയ്തേക്ക്. ശരി വേണം, ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. ദൈവമേ, ഇവരൊരു ദുഷ്ടയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവരാരും കൊല്ലാൻ മടിക്കാത്തവരാണെന്ന് ഇപ്പോഴറിയുന്നേ. ഭഗവാനെ, ഈ
വീടിനകത്ത് എങ്ങനെ ജീവിക്കും? ആ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പെട്ടെന്ന് ഇവിടെ വരണമെന്ന് തോന്നി, പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരിങ്ങ് പോന്നു. കുഴപ്പമില്ല, ഞാൻ ചിലപ്പോ തോട്ടത്തിലോ ബാങ്കിലോ ഒക്കെ പോവും, അത്രേ ഉള്ളൂ. ആ സാറ് വാ, അകത്തോട്ടിരിക്കാം. അല്ല, എനിക്ക് ഉടൻ തന്നെ പോണം. പിന്നെ കുറുപ്പമാവ, വളരെ റെസ്പെക്ടോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പോനെ? കുറുപ്പമാവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നില്ലേ എന്റെ അച്ഛൻ വേണുഗോപാല? അതെ, ആയിരുന്നു. അതിലെന്താ ഇത്ര സംശയം? പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകനെ സാറിന്ന് വിളിക്കുന്നത് ശരിയാണോ? ആ കൂട്ടുകാരന്റെ മകൻ ഇന്ന് സൂര്യമംഗലം കോവിലകത്ത് കൊച്ചു തമ്പുരാനാ. എന്റെ പൊന്നമ്മവ, ഞാൻ ഒരു തമ്പുരാനും തമ്പുരാട്ടിയൊന്നുമല്ല. ഞാൻ ആ പഴയ ഡ്രൈവർ വേണുവിന്റെ മോൻ തന്നെയാ. അതുകൊണ്ടേ എന്നെ രാജു എന്ന് വിളിച്ചാ മതി. ആ എന്നാലേ മറ്റാരും കാണാത്തപ്പോ രാജുമോനെ എന്ന് വിളിക്കാം, അല്ലാത്തപ്പോ സാറ്. എന്താ, തൃപ്തിയായോ? അക്കൗണ്ടന്റ് വന്നായിരുന്നോ? ഇന്നലെ വന്നിരുന്നു, ഇനി നാളെ വരും. എന്നെ ഇതുവരെ അദ്ദേഹം വിളിച്ചിട്ടില്ല. നാളെ വരുമ്പോ എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറയണം. ഓ പറയാം. ആ വാ. അകലേ